So, we are going to learn an important topic, that is organometallic chemistry. Organometallic chemistry. This organometallic chemistry is one of the main branch of inorganic chemistry. Okay, actually, it's a bridge between the inorganic chemistry and organic chemistry, and we will learn why it is called the bridge between the organic and inorganic chemistry. So, let us look into some compounds. We can look into the structure of some compounds. For example, we all are familiar with one important compound, that is scissor salt, right? You know this compound, scissor salt. It contains a platinum center, and the platinum is connected to three chlorine atoms, and then the platinum is bonded to an ethylene molecule, CH2 double bond CH2. Okay, so this is called a Caesar salt. This is called a Caesar salt because this was invented by William Christopher Caesar. Okay, Caesar salt. Zeisc. Okay, Caesar salt, and it was discovered by William William Christopher Christopher Zise. Okay, and it was discovered in 1760, long back, 1760. That is almost 260 years ago. 260 years ago. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് എന്തുമാത്രം പഴയ ഒരു കോമ്പൗണ്ട് ആണെന്നുള്ളത്, അല്ലേ? അപ്പം ഏകദേശം 260 വർഷത്തെ ചരിത്രമുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ സീസർ സോൾട്ട് എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ കോമ്പൗണ്ടിൽ ഒരു മെറ്റൽ ഉണ്ട്, ദാറ്റ് ഈസ് പ്ലാറ്റിനം. Platinum is the metal here, right? It is here, platinum. And the platinum is bonded to an organic molecule. And the organic molecule here is ethylene, CH2 double bond CH2. This is the organic molecule. So there is a connection, there is a bond between the metal platinum and the organic molecule. Okay. So this is a compound that we are already familiar with. മറ്റൊരു കോമ്പൗണ്ട് കൂടി ഞാൻ കാണിച്ചു തരാം. ആ കോമ്പൗണ്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ്, ഡൈ ഈഥൈൽ സിങ്ക്, അല്ലേ? അതിനകത്തൊരു സിങ്ക് സെന്റർ ഉണ്ട്. അതുകൂടാതെ അത് രണ്ട് ഈഥൈൽ ഗ്രൂപ്പുകളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഡൈ ഈഥൈൽ സിങ്ക്. ഓക്കെ, അപ്പോൾ ഈ ഡൈ ഈഥൈൽ സിങ്കിന്റെ പ്രത്യേകത എന്താണ്? ഡൈ ഈഥൈൽ സിങ്കിന്റെ പ്രത്യേകത, ഇവിടെയും ഒരു സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റൽ സെന്റർ ഉണ്ട്. സിങ്ക് ഈസ് എ മെറ്റൽ സെന്റർ ഹിയർ, ആൻഡ് ദ മെറ്റൽ സെന്റർ ഈസ് കണക്റ്റഡ് ടു എ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എ ഈഥൈൽ ഗ്രൂപ്പ്. അപ്പം സിങ്ക് അതിന്റെ രണ്ട് വശത്തായിട്ടും രണ്ട് ഈഥൈൽ ഗ്രൂപ്പുകളായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഒരു ഓർഗാനിക് ഗ്രൂപ്പുമായിട്ട്, ഈഥൈൽ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലേ? മറ്റൊരു കോമ്പൗണ്ടിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ കോമ്പൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡൈഥൈൽ സിങ്കിന്റെ പ്രത്യേകത കൂടി എന്ന് പറഞ്ഞോട്ടെ, അത് 1848 ഈ കോമ്പൗണ്ട് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. 1848 ആണ് ആദ്യമായിട്ട് ഈ കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. വളരെ പഴക്കം ചെന്നൊരു കോമ്പൗണ്ടാണ്. ഓക്കെ, മറ്റൊരു കോമ്പൗണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ സ്ട്രക്ചർ. ഗ്രിഗ്നാർഡ് റിയേജന്റ് സ്ട്രക്ചർ RMgX, അല്ലേ? RMgX, where R here can be an alkyl group. For example, you can consider CH3MgCl, okay, or methyl magnesium chloride, and this is called a Grignard reagent.
ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്? കാരണം ഇത് ഇൻവെന്റ് ചെയ്തത് വിക്ടർ ഗ്രിഗ്നാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. വിക്ടർ ഗ്രിഗ്നാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തത്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രത്യേകത, ഇത് ഓർഗാനിക് കെമിസ്ട്രിയെ തന്നെ അല്ലെങ്കിൽ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കോമ്പൗണ്ട് ആയിരുന്നു ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതുകൊണ്ട് ഈ വർക്കിന് 1912 നോബൽ പ്രൈസ് കൂടി കിട്ടി കേട്ടോ. നോബൽ പ്രൈസ് കൂടി കിട്ടിയ ഒരു വർക്കാണ് ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ സിന്തസിസും അതുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രി. വിക്ടർ ഗ്രിഗ്നാർഡ് നോബൽ റൈറ്റർ. അപ്പൊ ഈ മോളിക്യൂൾ നിങ്ങൾ നോക്കിക്കോളൂ. ഈ മോളിക്യൂളിലും എന്തുണ്ട്? മഗ്നീഷ്യം അല്ലെ. ഇവിടെ മഗ്നീഷ്യം മെറ്റൽ ഉണ്ട്. ഈ മഗ്നീഷ്യം എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? മീഥൈൽ ഗ്രൂപ്പുമായിട്ട്, ഒരു ഓർഗാനിക് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള പല കോമ്പൗണ്ടുകൾ നിങ്ങൾക്കറിയാം. മറ്റൊരു കോമ്പൗണ്ട് നിങ്ങൾക്കറിയാം, ഫെറോസീൻ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇങ്ങനെയുള്ള നിരവധിയായ കോമ്പൗണ്ടുകൾ നിങ്ങൾക്കറിയാം. ഈ കോമ്പൗണ്ടുകളുടെ എല്ലാം പ്രത്യേകത എന്താണ്? there is a metal and that metal is connected to an organic group അല്ലേ. അപ്പൊ മെറ്റലും ഒരു ഓർഗാനിക് ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂളുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിലെല്ലാം ഒരു മെറ്റൽ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ മതി. പ്ലാറ്റിനം, അവിടെ പ്ലാറ്റിനം ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? കാർബണുമായിട്ടുമാണ്. 2 കാർബണുമായിട്ടും ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ CH2ലെ 2 കാർബണുമായിട്ടും ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ സിങ്ക് എന്ന് പറയുന്നത് അത് കാർബണുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. മാഗ്നീഷ്യം കാർബണുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ മെറ്റൽ കാർബൺ ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകളാണ് ഇതെല്ലാം. ഓൾ ദീസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ മെറ്റൽ കാർബൺ ബോണ്ട്. മെറ്റൽ കാർബൺ ബോണ്ട്. മെറ്റൽ കാർബൺ ബോണ്ട്. മെറ്റൽ കാർബൺ bonds. So metal and carbon are connected by a bond. ഇങ്ങനെ മെറ്റൽ കാർബൺ ബോണ്ടുകളുള്ള ഈ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഹാവ് മെറ്റൽ കാർബൺ ബോണ്ട്സ്. അപ്പൊ ഈ മെറ്റൽ കാർബൺ ബോണ്ടുകളുടെ പ്രത്യേകത നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോളൂ. ഇവിടുത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് അയോണിക് ആകാം. ഈ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആകാം, അയോണിക് ബോണ്ട് ആകാം. അല്ലെങ്കിൽ ഇത് കോവാലന്റ് ബോണ്ട് ആകാം, കോവാലന്റ് ബോണ്ട്. അല്ലെങ്കിൽ ഇതൊരു ലോക്കലൈസ്ഡ് ബോണ്ട് ആകാം. ക്യാൻ ബി എ ലോക്കലൈസ്ഡ് ബോണ്ട്, ലോക്കലൈസ്ഡ് ബോണ്ട്. Or it can be a delocalized bond. So bond can be ionic. Ionic ആവുന്ന കേസിലാണ് ഉദാഹരണത്തിന് നിങ്ങൾ സോഡിയം നാഫ്തലൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ Na സോഡിയം പ്ലസ് നാഫ്തലീൻ മൈനസ്. ഓക്കെ. ഈ കോമ്പൗണ്ടിൽ ഇതൊരു അയോണിക് ബോണ്ടാണുള്ളത്. ഓക്കെ. സോഡിയം അതിന്റെ ഒരു ഇലക്ട്രോണിനെ നാഫ്തലൈഡ് മോളിക്യൂളിലേക്ക് കളഞ്ഞു. അപ്പം നിങ്ങൾക്ക് സോഡിയം നാഫ്തലൈഡ് മൊയ്റ്റിയുമായിട്ടൊരു അയോണിക് ബോണ്ടാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി അയോണിക് ഓർ ഇറ്റ് ക്യാൻ ബി കോവാലന്റ് ബോണ്ട്സ്. ഓക്കെ. മീൻസ് ഇലക്ട്രോൺ ഷെയറിംഗ് ബോണ്ട്സ്. സിലിക്കണും അതുപോലെ കാർബണും. ഇപ്പം നിങ്ങൾ Si, CS3, Cl ഈ കോമ്പൗണ്ട് എടുക്കുകയാണെന്ന് എന്താ? ട്രൈമീഥൈൽ ക്ലോറോസിലേൻ ആണിത് അല്ലെ. ഈ കോമ്പൗണ്ടിലൊക്കെ ഉള്ള സിലിക്കൺ കാർബൺ ബോണ്ടിന് കോവാലന്റ് നേച്ചർ ഉണ്ട് അല്ലെ. ഇപ്പം കോവാലന്റ് ബോണ്ട് ആകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അയോണിക് ബോണ്ടുകൾ, ആദ്യം കാണിച്ച പോലുള്ള അയോണിക് ബോണ്ടുകളാകാം ഇതുപോലെയുള്ള, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ബോണ്ടുകളാകാം അല്ലെ. ഈ കേസിലൊക്കെ ലോക്കലൈസ്ഡ് ബോണ്ടുകളാണ്. ഒരു മെറ്റലും കാർബണും തമ്മിൽ ഒരു മെറ്റലും ഒരു കാർബണും തമ്മിൽ ഷെയർ ചെയ്യുന്ന ബോണ്ടുകൾ ലോക്കലൈസ്ഡ് ബോണ്ടുകളാണ്. എന്നാൽ ചില കേസുകളിൽ ഡീലോക്കലൈസ്ഡ് ബോണ്ടുകളാണ്. ഡീലോക്കലൈസ്ഡ് ബോണ്ടിന്റെ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഡീലോക്കലൈസ്ഡ് ബോണ്ടിന്റെ അല്ലെ. ഡീലോക്കലൈസ്ഡ് ബോണ്ട്
നമ്മൾ ആദ്യം കൊടുത്തിരുന്ന എക്സാമ്പിൾ സീസർ സോൾട്ടിൽ അവിടെ ഡീലോക്കലൈസ്ഡ് ബോണ്ടാണ്, 2 കാർബണുമായിട്ടും പ്ലാറ്റിനം അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ മറ്റൊരു കോമ്പൗണ്ട് പരിശോധിച്ച് നോക്കോളൂ. ഫെറോസീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഫെറോസീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫെറോസീൻ. ഇതൊരു സാൻഡ്വിച്ച് കോമ്പൗണ്ട് ആണ്. ഫെറോസീൻ. ഓക്കെ, ഈ ഫെറോസിന്റെ പ്രത്യേകത എന്താണ്? ഫെറോസീൻ നമുക്കറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ് ഫെറോസിൻ. ഈ ഫെറോസിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫെറോസിന് Fe2+ 2 സൈക്ലോപെന്റാഡൈനൈൽ റിങ്ങുകളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സൈക്ലോപെന്റാഡൈനൈൽ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലോപെന്റാഡൈനൈൽ റിംഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? ഒരു സൈക്ലോപെന്റാഡൈനൈൽ റിംഗ് പറയാൻ 2 ഡബിൾ ബോണ്ടുകളുണ്ട്, ഡൈനൈൽ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അതൊരു ആനയോൺ ആണ്. Therefore it has a negative charge also in one carbon. So this is cyclopentadiene. ഇങ്ങനെയുള്ള സൈക്ലോപെന്റാഡൈന് 2 സൈക്ലോപെന്റാഡൈനൈലുമായിട്ടാണ് നമ്മുടെ Fe2+ കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാർബൺ ഇങ്ങനെയല്ല കണക്ഷൻ, അതായത് ഇങ്ങനെയല്ല Fe2+ലെ കണക്ഷൻ. നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കും ഇത് സൈക്ലോപെന്റാഡൈനൈലല്ലേ, അപ്പോൾ ഇവിടെ ഒന്നുമില്ലേ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുപോലെ മറ്റൊരു മോളിക്യൂൾ സൈക്ലോപെന്റാഡൈനൈൽ മോളിക്യൂൾ മറ്റൊരെണ്ണം താഴെ വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം താഴെ കൂടി ഉണ്ട്. ഇവിടെയും ഒരു സൈക്ലോപെന്റാഡൈനൈൽ ആനയോ ഇവർ രണ്ടുപേരും കൂടെ Fe2+മായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ കാർബണും ഈ അയോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയല്ല അവിടുത്തെ ബോണ്ടിങ്, മറിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ രീതിയിലല്ല. അവിടുത്തെ സൈക്ലോപെന്റാഡൈനൈൽ അയോണിലെ എല്ലാ കാർബൺ ആറ്റങ്ങളും അയണുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണ്. കാരണമുണ്ട്, ഈ സൈക്ലോപെന്റാഡൈനൈൽ അയോണിൽ അതിന് റെസണൻസ് വർക്ക് ചെയ്യുന്നതിലൂടെ അതിന് പല റെസണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇങ്ങോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെസണൻസ് സ്ട്രക്ചർ കിട്ടും. ആ റെസണൻസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? നിങ്ങൾ ഒരു റിങ് വരച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആകും, ഇവിടെ നെഗറ്റീവ് ചാർജ് ആകും, ഇവിടെ നേരത്തെ ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നു, ഇവിടുത്തെ ബോണ്ട് പെയർ ഇവിടെ ലോക്കലൈസ് ചെയ്യപ്പെടുന്നു. അടുത്ത സ്ട്രക്ചർ നമുക്ക് കിട്ടും. അടുത്ത സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ആദ്യം റിങ് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ബോണ്ടിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായി, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടായി അല്ലേ? അടുത്ത സ്ട്രക്ചർ നിങ്ങൾക്ക് വേണേൽ കിട്ടും. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു, അടുത്ത് ഇത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് എ നെക്സ്റ്റ് സ്ട്രക്ചർ. ഇങ്ങനെ റിങ് വരയ്ക്കുക. ഓക്കെ, ഈ ബോണ്ടിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു, പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൂടി വരുന്നു. അടുത്ത നിങ്ങൾക്ക് കിട്ടും. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരിക, ഇത് ഇങ്ങോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ കിട്ടും. ആ സ്ട്രക്ചർ കിട്ടാൻ നിങ്ങൾ റിങ് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഈ ബോണ്ടിന് മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു പുതിയ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ നെഗറ്റീവ് ഇപ്പോൾ 5 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ 5 സ്ട്രക്ചറുകളുടെയും റെസണൻസ് സ്ട്രക്ചറാണ് സത്യത്തിൽ ഈ സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാർബണാറ്റം നിങ്ങൾ നോക്കിയോ, എല്ലാ കാർബണാറ്റത്തിനകത്തും ആ നെഗറ്റീവ് ചാർജ് ചെന്നെത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാ കാർബണാറ്റത്തിനും ചെന്നെത്തിയിട്ടുണ്ട് നെഗറ്റീവ് ചാർജ്. 5 കാർബണാറ്റം 5 സ്ട്രക്ചറുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ട്രക്ചറിലും ഓരോ കാർബണാറ്റത്തിലാണ് നെഗറ്റീവ് ചാർജ് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ഈ സൈക്ലോപെന്റാഡൈനൈൽ എന്ന് പറയുന്നത് ദ നെഗറ്റീവ് ചാർജ് ഓവർ ദ സൈക്ലോപെന്റാഡൈനൈൽ അയോൺ ഈസ് ഡീലോക്കലൈസ്ഡ് ഓവർ ദ ഓൾ കാർബൺ ആറ്റംസ് അല്ലെ? മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നെഗറ്റീവ് ചാർജ് എല്ലാ കാർബണുകളുടെയും കൂടെ കൂടിയാണ്, എല്ലാ കാർബണുകളുടെ ഷെയർ ചെയ്യാണ് ആ ഇലക്ട്രോൺ. ഓക്കെ, അതുകൊണ്ട് ഈ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ബോണ്ട്, ഓക്കെ, ആ ബോണ്ട് എന്ന് പറയുന്നത് എല്ലാ കാർബണും കൂടെ പങ്കെടുക്കുന്ന ഒരു ബോണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ബോണ്ടിനകത്ത് ഈ ഒരൊറ്റ കാർബൺ മാത്രമല്ല, എല്ലാ കാർബണും പങ്കെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കൊടുത്ത സ്ട്രക്ചറിനകത്ത് ഈ രീതിയിൽ ബോണ്ട് വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ എല്ലാ കാർബൺ ആറ്റങ്ങളും ആ ബോണ്ടിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബോണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ബോണ്ടിന്റെ പ്രത്യേകത പറഞ്ഞത്. ആ ബോണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ബി അയോണിക്, ഇറ്റ് ക്യാൻ ബി കോവാലന്റ്, ഇറ്റ് ക്യാൻ ബി ലോക്കലൈസ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഡീലോക്കലൈസ്ഡ്. ഓക്കെ,
ഇങ്ങനെ എല്ലാ പ്രത്യേകതകളുമുള്ള ബോണ്ടുകൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൽ കാണാം. ഇനി നമ്മൾ മെറ്റൽസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ ക്യാൻ ബി എനിത്തിങ് അല്ലേ. മെറ്റലിന്റെ പല ഡെഫിനേഷനിലുള്ള മെറ്റൽസ് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ട്രാൻസിഷൻ മെറ്റൽ, ഇറ്റ് ക്യാൻ ബി എ ട്രാൻസിഷൻ മെറ്റൽ അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫെറോസിനകത്തുള്ള അയൺ ആണ്, ഇറ്റ് ഇസ് എ ട്രാൻസിഷൻ മെറ്റൽ. ഓർ ഇറ്റ് ക്യാൻ ബി ആൻ ആക്ടിനൈഡ്, അത് നമ്മൾ പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. ആക്ടിനൈഡ് കോമ്പൗണ്ടുകളായിരിക്കാം, ആക്ടിനൈഡ് മെറ്റൽസ് ആയിരിക്കാം അതിനകത്തുള്ളത്. ഓർ ഇറ്റ് ക്യാൻ ബി ലാന്തനൈഡ്സ്, ഓക്കെ, it can be lanthanides, or it can be the main group elements. Okay, so under the purview of metal, it can be almost all elements in the periodic table, almost all. Okay, so it can be a transition metal, it can be actinide, it can be lanthanides, or it can be main group elements. അതുപോലെ തന്നെ കാർബണെ പറ്റി നോക്കിയാണ് നമ്മൾ മെറ്റലിനെ പറ്റി നോക്കി, ബോണ്ടിനെ പറ്റി നോക്കി. ഇവിടുത്തെ കാർബണിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ദ കാർബൺ ക്യാൻ ബി ഫ്രം ആൻ ഓർഗാനിക് ഗ്രൂപ്പ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫ്രം ആൻ ഓർഗാനിക് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈ ഈഥൈൽ സിങ്ക്, അവിടെ സിങ്ക് ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഈഥൈൽ ഗ്രൂപ്പുകളുമായിട്ടാണ്. സോ ഇറ്റ് ക്യാൻ ബി ആൻ ഓർഗാനിക് ഗ്രൂപ്പ്, ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഓർഗാനിക് മോളിക്യൂൾ തന്നെയാകാം അല്ലേ. ഓർഗാനിക് ഗ്രൂപ്പ് ആവണമെന്നില്ല, ഓർഗാനിക് മോളിക്യൂൾ ആകാം. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സീസർ സോൾട്ട് അല്ലേ, സീസർ സോൾട്ടിൽ അവിടെ ഇരിക്കുന്നത് എഥിലീൻ ആണ്. എഥിലീൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ്, എഥിലീൻ ഈസ് എ മോളിക്യൂൾ itself, CH2 double bond CH2. So therefore when we are defining the organometallic compounds, the organometallic compound is that which contain the metal carbon bond. Under the purview of the metal carbon bond, we can talk about many things. The metal can be transition metal, actinide, lanthanide, main group, or the bond can be ionic, covalent, localized, delocalized, and the carbon can be from the organic group or organic molecules. So how can we define the organometallic compounds in a broad sense? നമുക്ക് ഓർഗാനോമെറ്റാലിക്സ് എന്ന് പറയുന്ന ജേണൽ, വളരെ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണലാണ് ഓർഗാനോമെറ്റാലിക്സ്. ഓർഗാനോമെറ്റാലിക്സ് എന്ന് പറയുന്ന ജേണലിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോമ്പൗണ്ട് or the organometallic compounds is the compound which contain the metal carbon bonds, and the which can be ionic, covalent, delocalized or localized interaction between transition metal, actinide, lanthanide or main group metals with the carbon atom of an organic group or an organic molecule. Okay, transition metal, lanthanide, actinide, main group elementuകൾ ഒരു ഓർഗാനിക് ഗ്രൂപ്പിലെ ഓർഗാനിക് മോളിക്യൂളിലെ കാർബണുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അയോണിക്, കോവാലന്റ്, ലോക്കലൈസ്ഡ്, ഡീലോക്കലൈസ്ഡ് ബോണ്ടുകൾ ഉള്ള കോമ്പൗണ്ടുകളാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പം ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൃത്യമായ ബൗണ്ടറിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് വളരെ അൺക്ലിയർ ആണ്. നമുക്ക് കൃത്യമായൊരു വരമ്പ് വരച്ചിട്ട് ഈ വരയ്ക്കകത്ത് വരുന്ന കോമ്പൗണ്ടുകൾ, ഈ ഡെഫിനേഷനകത്ത് വരുന്ന കോമ്പൗണ്ടുകളെല്ലാം ഓർഗാനോമെറ്റാലിക്കും അതിന് പുറത്ത് വരുന്നതെല്ലാം ഓർഗാനോമെറ്റാലിക് അല്ലാത്തതും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ if you consider NiCO4 times nickel tetracarbonyl, okay, this would be considered any chemist would characterize this compound as an organometallic compound. So ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. പക്ഷേ ഇവിടുത്തെ നിക്കലും കാർബണുമായിട്ടുള്ള ബോണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുകയെ. ആ നിക്കൽ കാർബൺ ബോണ്ടിൽ കാർബണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ. Carbon monoxide is contributing carbon. What is carbon monoxide? Is that an organic molecule? No, it is purely inorganic. Is an organic group? No. Then carbon monoxide is an inorganic molecule, and the carbon atom of that inorganic molecule is making the bond with nickel. But still
this compound, nickel carbonyl, is considered as organometallic compound. Okay, അതൊരു organometallic compound ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് മാത്രമല്ല, അയൺ പെന്റാകാർബണൈൽ അതും ഒരു ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, അയൺ പെന്റാകാർബണൈൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കോമ്പൗണ്ട് ആണ് അയൺ പെന്റാകാർബണൈൽ, അല്ലേ? അയൺ പെന്റാകാർബണൈൽ, യു നോ ദിസ് കോമ്പൗണ്ട്. അല്ലേ? സോ ഇവിടെ അയൺ എന്ന് പറയുന്നത് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഇസ് അയൺ സീറോ പെന്റാകാർബണൈൽ. ദിസ് ഇസ് ആൾസോ an organic organometallic compound. This is also organometallic compound, but the connection is between the carbon atom of an inorganic molecule and the transition metal. Still it is considered as organometallic compound. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ അകത്ത് വരുന്നതല്ല ഇത്, അല്ലേ? കാരണം അവിടെ ആ ഡെഫിനിഷനകത്ത് നമ്മൾ കാർബണിനെ ഡിഫൈൻ ചെയ്തത്, കാർബൺ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മോളിക്യൂളിന്റെയോ ഓർഗാനിക് ഗ്രൂപ്പിന്റെയോ പാർട്ടായിട്ടുള്ള കാർബണായിട്ടാണ് ഡിഫൈൻ ചെയ്തത്. സ്റ്റിൽ these compounds are also organometallic compound. So that is why I said the border line is very unclear. അതുപോലെ if you are considering the organo boron, silicon, arsenic, tellurium compounds. Okay, so maybe we can say that by definition the organometallic compounds are formed by the connection between the carbon of an organic molecule and or organic group and a metal. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബോറോൺ, സിലിക്കൺ, അർസെനിക്, ടെലൂറിയം ഇവരെയൊന്നും നമുക്ക് പ്യുവർ മെറ്റൽസ് ആയിട്ട് കണക്കാനൊക്കത്തില്ല. ദേ ആർ ബോർഡർ ലൈൻ മെറ്റൽസ്, അല്ലേ? ദേ ആർ ബോർഡർ ലൈൻ മെറ്റൽസ്. അപ്പം ഇവര് പക്ഷേ ഇവരെല്ലാം ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളാണ്. ഓർഗാനോ ബോറോൺ, ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ്, ഓർഗാനോ ആഴ്സനിക് കോമ്പൗണ്ട്സ്, ഓർഗാനോ ടെലൂറിയം കോമ്പൗണ്ട്സ്, ഓൾ ദീസ് ആർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. എന്നാ നിങ്ങൾ നോക്കിയോ, KCN, ഓക്കെ, ഓർ NaCN, പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ്, ഇവിടെയും മെറ്റലും കാർബൺ ബോണ്ട് ഉണ്ട്, മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്, അല്ലേ? ഇഫ് യു കൺസിഡർ പൊട്ടാസ്യം ആൻഡ് സോഡിയം ആസ് മെറ്റൽസ്, ഓക്കെ, then we can see that they have a metal carbon bond. നമ്മൾ നേരത്തെ ഒരു കോമ്പൗണ്ട് കണ്ടായിരുന്നു, സോഡിയം നാഫ്തലൈഡ്, അല്ലെ? സോഡിയം നാഫ്തലൈഡ്. ആ സോഡിയം നാഫ്തലൈഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെയും അവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് സോഡിയം ആയിരുന്നു, അല്ലെ? അവിടുത്തെ സോഡിയം ഒരു ഓർഗാനിക് ഗ്രൂപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സോഡിയം പക്ഷേ ബൈൻഡ് ചെയ്തിരിക്കുന്നത് നോക്കിയോളൂ, ഇവിടുത്തെ സോഡിയം ബൈൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു ഇനോർഗാനിക് ഗ്രൂപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, പക്ഷേ കാർബണുമായിട്ടാണ്. അപ്പൊ ഇവിടെ മെറ്റൽ കാർബൺ ബോണ്ട് ഉണ്ട്, പക്ഷേ കാർബൺ എന്ന് പറയുന്നത് ഇനോർഗാനിക് മോളിക്യൂളിന്റെ ഭാഗമാണ്. ഇനോർഗാനിക് മോളിക്യൂളിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമൊന്നും ഇല്ല. കാരണം നേരത്തെ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ കേസിൽ NiCO4നെയും FeCO5 ഐറ്റംസിനെയൊക്കെ നമ്മൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ ഈ കേസിലെ സോഡിയം സയനൈഡിനെയോ പൊട്ടാസ്യം സയനൈഡിനെയോ ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ organometallic compounds ആയിട്ട് കൺസിഡർ ചെയ്തില്ല. സോ ദീസ് കോമ്പൗണ്ട്സ് ആർ നോട്ട് organometallic compounds. അപ്പോൾ ചില ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ഇതല്ലേ. സോ ദ ബോർഡർ ലൈൻ ഈസ് നോട്ട് വെരി ക്ലിയർ. There is some typical assignment of compounds in and out of the group commonly called as organometallic compounds. That is what I said. അപ്പോൾ നമ്മൾ ആദ്യമേ organometallic compounds എന്താണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ബോർഡർ ലൈൻ എന്ന് പറയുന്നത് അത്ര ക്ലിയർ അല്ല. നമുക്ക് ചില ടിപ്പിക്കൽ അസൈൻമെന്റ്സ് ആണുള്ളത്. നമ്മൾ ചില കോമ്പൗണ്ടുകളെ organometallic compoundsന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്, ചില കോമ്പൗണ്ടുകളെ എന്നാൽ നമ്മൾ പെടുത്തിയിട്ടുമില്ല. സോ ബോർഡർ ലൈൻ ഈസ് നോട്ട് വെരി ക്ലിയർ, ബട്ട് സ്റ്റിൽ വി നോ വിച്ച് ആർ organometallic compounds. ഓക്കെ, നമ്മൾക്ക് അറിയാം എന്തൊക്കെയാണ് organometallic compounds. ഈ organometallic compoundsന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ organometallic compoundsഉം അതിന്റെ കെമിസ്ട്രിയും. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് various applications. Actually, it's a bridge between the organic chemistry and inorganic chemistry, and it has found tremendous applications in the production of pharmaceuticals. Okay, then in agri-chemicals, flavors, fragrance, semiconductors, ceramic precursors. ഈ കേസിലെല്ലാം ഈ organometallic compoundsന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മേഖലയാണ് organometallic
കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓർഗാനോ മെറ്റാലിക് കാറ്റലിസ്റ്റുകൾ അവർക്ക് ലോ ടെമ്പറേച്ചർ വർക്ക് ചെയ്യാനുള്ള അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഓക്കെ, ദേ ആർ വെൽ നോൺ ഫോർ ദ ലോ ടെമ്പറേച്ചർ വർക്കിംഗ് ആസ് കാറ്റലിസ്റ്റ്. അപ്പം ഈ ലോ ടെമ്പറേച്ചറിൽ കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോമ്പൗണ്ടുകളും ഹയർ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള പല കോമ്പൗണ്ടുകളെയും നമുക്ക് ലോ ടെമ്പറേച്ചറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഓർഗാനോ മെറ്റാലിക് കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള, വളരെ വേഗം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി. ഈ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. Today I gave just an introduction to organometallic chemistry. Okay, in the coming classes we will learn in detail about the organic chemistry. Okay.